1992 സ്ഥാപിതമായിട്ടുള്ള ജോർജിയയിലെ ക്യാപിറ്റൽ സിറ്റിയിൽ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന ടിബിലിസി മെഡിക്കൽ അക്കാഡമിയിലാണ് ഞാൻ എന്നുള്ളത്. ജോർജിയയിലെ കോളേജസ് കാണാനായിട്ട് വന്നതാണ്. അങ്ങനെ കുറേയേറെ കോളേജുകൾ കണ്ടു. അതിന്റെ ഭാഗമായി ടിബിലിസി മെഡിക്കൽ അക്കാഡമിയിലോട്ടും വന്നു. സോ നമ്മുടെ കോളേജ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോർജിയയുടെ ക്യാപിറ്റൽ സിറ്റിയിലാണ്. അതിന് എന്താണ് ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സസ് തന്നെയാണ്. ബിക്കോസ് എയർപോർട്ടിൽ നിന്ന് ഭയങ്കര നിയർ ആണ്. സിറ്റിയുടെ ഒരു സെൻട്രൽ പോർഷനിലായിട്ടാണ് എന്ത് വരുന്നത്, നമ്മുടെ കോളേജ് വരുന്നത്. പിന്നെ നോർമലി ഇന്ത്യയിൽ നിന്ന് വിദേശത്തോട് MBBS പഠിക്കാനായിട്ട് വിദ്യാർത്ഥികൾ വരുന്ന സമയത്ത് അവർക്ക് കുറേ കൺസേൺസ് ഉണ്ടാവും റിഗാർഡിംഗ് ദ ബഡ്ജറ്റ്. അത് കൂടാണ്ട് സേഫ്റ്റി അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരുപാട് കൺസേൺസ് ഉണ്ടാവില്ലേ. സോ നമ്മൾ ടിബിലിസി മെഡിക്കൽ അക്കാഡമിയുടെ ട്യൂഷൻ ഫീസിലോട്ട് വരുന്ന സമയത്ത് 2024 വരെ ഇവിടുത്തെ ട്യൂഷൻ ഫീസ് എന്ന് പറഞ്ഞാൽ $6,500 ആണ്. ദെൻ നമ്മുടെ ഒരു ലിവിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അറൌണ്ട് ഒരു $3,000 to $3,500 ആണ് നമ്മുടെ ലിവിംഗ് കോസ്റ്റ് വരുന്നത്. അതായത് ഏകദേശം ഒരു $10,000 ഇൻക്ലൂഡിംഗ് ലിവിംഗ് കോസ്റ്റ് എന്ന രീതിയിൽ നമുക്ക് ഇയർലി ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് TMA എന്ന് പറയുന്നത്. അപ്പോൾ $10,000 വെച്ചിട്ട് 6 ഇയർ നോക്കുമ്പോൾ $60,000. സോ ഏകദേശം ഒരു 48 മുതൽ 50 ലക്ഷം രൂപ വരെ നമുക്ക് TMAയിൽ ടോട്ടലായിട്ട് 6 ഇയേഴ്സ് MBBS കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് വേണ്ടി വരും. സോ ഇവിടുത്തെ കോഴ്സിന്റെ സ്ട്രക്ചർ വരുമ്പോൾ 6 ഇയേഴ്സ് ആണ് കോഴ്സിന്റെ ഡ്യൂറേഷൻ വരുന്നത്. ECTS സിസ്റ്റമാണ് ഫോളോ അപ്പ് ചെയ്യുന്നത്. അതായത് യൂറോപ്യൻ ക്രെഡിറ്റ് ട്രാൻസ്ഫർ സിസ്റ്റം ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. എവരി ഇയർ 60 ക്രെഡിറ്റ്സ് വെച്ചിട്ട് 6 വർഷം കൊണ്ട് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ 360 ക്രെഡിറ്റ്സ് ആണ് എന്ത് വേണ്ടത് നമുക്കിവിടെ ടോട്ടലായിട്ട് നമുക്ക് നേടേണ്ടതുള്ളത്. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് ഇവിടുത്തെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. വൺസ് നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് നാട്ടിൽ വന്നിട്ട് FMG എക്സാം എഴുതിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നാട്ടിൽ വർക്ക് ചെയ്യാനായിട്ടും സാധിക്കും. പിന്നെ രണ്ടാമത്തെ കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദേശത്ത് പോയിട്ട് MBBS പഠിക്കുന്ന സമയത്ത് സ്റ്റുഡൻസിന് എന്തൊക്കെ തരത്തിലുള്ള സർവീസസ് ആണ് കിട്ടുന്നത്, ദെൻ അഡ്മിഷൻ എങ്ങനെയാണ് എടുക്കുന്നത്, അത് കൂടാണ്ട് ഈ ഒരു അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് പിന്നെ എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണ് കീപ്പ് ചെയ്യേണ്ടത്, വിസ എങ്ങനെയാണ്, പിന്നെ ഇവിടെ വന്നതിന് ശേഷം എങ്ങനെയാണ് കാര്യങ്ങൾ മാനേജ് ആവുന്നത് എന്നുള്ള കാര്യത്തിലൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട് ഉണ്ടാവില്ലേ. സോ നമ്മൾ 2011 മുതൽ വിദേശ MBBS പഠനവുമായി ബന്ധപ്പെട്ട രംഗത്തിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന കമ്പനിയാണ്. സോ അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള എല്ലാ സർവീസുകളും എന്ത് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ പ്രോപ്പറായിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ നിന്നെന്ന് പറഞ്ഞാൽ TMAന്റെ ഒരു എൻട്രി ചെയ്യുമ്പോൾ ഒരു സെൻട്രൽ പോർഷനിലാണ് ഉണ്ടായിരുന്നത്. ഇതാണ് നമ്മുടെ TMAന്റെ ലോബി വരുന്നത് കേട്ടോ. അവിടെയാണ് നമ്മുടെ എന്ത് വരുന്നത്, ആ മെയിൻ റോഡും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കോളേജ് ഇരിക്കുന്നത് ഔട്ടറിലോ കാര്യങ്ങളോ ഒന്നുമല്ല. പിന്നെ മെയിനായിട്ട് എന്ന് പറഞ്ഞാൽ ഇത് അവരുടെ അക്കാഡമി ബ്ലോക്കാണ്. ഇവിടെ ജസ്റ്റ് എന്താണ് തിയറി ക്ലാസ്സസ് മാത്രമാണ് നടക്കുന്നത്. ദെൻ ക്ലിനിക്കൽസ് വരുന്ന സമയത്ത്, ക്ലിനിക്കൽ സബ്ജക്ട്സ് വരുന്ന സമയത്ത് അതിന്റെ ക്ലാസ്സസ് കാര്യങ്ങളൊക്കെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽസിൽ വെച്ചിട്ടാണ് അതിന്റെ അവരുടെ ക്ലാസ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഓക്കെ, സോ നിങ്ങളിപ്പോ എന്താണ് വിദേശത്ത് പോയിട്ട് MBBS പഠിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നു, എസ്പെഷ്യലി ജോർജിയയിൽ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി എടുത്തിട്ട് നിങ്ങൾ പഠിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ടിബിലിസി മെഡിക്കൽ അക്കാഡമി എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ഇവിടുത്തെ സ്റ്റുഡൻസ് ആയിട്ടൊക്കെ സംസാരിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കാണേണ്ട ഒരു ബിൽഡിംഗ് അറൗണ്ട് ഒരു 5 ഫ്ലോറിലായിട്ടുള്ള ഈ ഒരു ബിൽഡിംഗ് ആണ് ഇവരുടെ അക്കാഡമി സെക്ഷൻ വരുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് സ്റ്റുഡൻസ് പറയുന്നൊരു നെഗറ്റീവായിട്ട് എന്നോട് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇവരുടെ ക്ലാസ്സസ് ബാക്കിയുള്ള കാര്യങ്ങൾ തന്നെ ഇവരുടെ ക്ലിനിക്കൽ പ്രാക്ടീസ് ഇതൊക്കെ വളരെ നന്നായിട്ട് തന്നെ പോകുന്നുണ്ട്. പക്ഷെ ഇവർക്ക് വേണ്ടിയിട്ട് പറയാം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസോ അങ്ങനെ ഇപ്പൊ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ എന്ത് ചെയ്യുന്നില്ല, അവർക്ക് നടക്കുന്നില്ല. അതിന്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേണ്ടിയുള്ള ഫെസിലിറ്റീസ് നമുക്ക് യൂണിവേഴ്സിറ്റി ബിൽഡിംഗിൽ അവൈലബിൾ അല്ല. അപ്പൊ ആ ഒരു കാര്യം മാത്രമാണ് എനിക്ക് കുറച്ച് നെഗറ്റീവായിട്ട് തോന്നിയത്. ബാക്കി കാര്യങ്ങളിലൊക്കെ സ്റ്റുഡൻസ് ഒക്കെ ഭയങ്കര ഹാപ്പിയാണ്. സോ ജോർജിയയിൽ പോയിട്ട് നിങ്ങൾ MBBS പഠിക്കാനായിട്ട് പ്ലാൻ ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് അഡ്മിഷൻ എടുക്കുന്നത്, അഡ്മിഷൻ ലെറ്റർ എങ്ങനെ പ്രോസസ് ചെയ്യും, വിസ എങ്ങനെ ഹാൻഡിൽ ചെയ്യും, അത്തരം കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ബിക്കോസ് ഞങ്ങൾക്ക് ഇവിടെ എന്താണ് ഓഫീസ് അവൈലബിൾ ആണ്. അത് കൂടാണ്ട് ഞങ്ങളുടെ ഹോസ്റ്റല്, മെസ്സ്, ഞങ്ങളുടെ 24/7 വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് എല്ലാം അവൈലബിൾ ആണ്. ഫ്രം ദ അഡ്മിഷൻ ടു എൻഡ് ഓഫ് യുവർ ഗ്രാജുവേഷൻ വരെയുള്ള എല്ലാ കാര്യങ്ങളിലും നിങ്ങളോടൊപ്പം ഞാനുണ്ടാവും. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള FMG കോച്ചിങ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സെപ്പറേറ്റ് ആയിട്ട് തന്നെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്.